BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. അതിന് സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിയമത്തിൽ വിലക്കില്ല. ജയിലിൽ മാധ്യമങ്ങളെയും അനുവദിക്കണമെന്നും ഹൈക്കോടതി പറയുന്നു. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നു. ഷബ്ന, അത് BJPക്ക് ആശ്വാസകരമാണ്. ജയിലിന് പുറത്തേക്ക് എന്തായാലും സുഗതനെ വിടില്ല എന്ന പോലീസിൻ്റെ തീരുമാനം അവിടെ ഉണ്ടായിരുന്നു, നിലപാടുണ്ടായിരുന്നു. അക്കാര്യത്തിലും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് കൂടെ പ്രവേശിക്കാം സത്യപ്രതിജ്ഞ ചടങ്ങിൽ എന്ന് ഹൈക്കോടതി പറയുന്നതോടെ BJPക്ക് ഒരു രാഷ്ട്രീയ സാധ്യത മുന്നിൽ വീണ് കിട്ടുകയാണ്. ഒരുപക്ഷെ ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യമായിട്ട് നമ്മൾ വിഷ്വൽസായിട്ട് കാണുമെന്ന് നടക്കുകയാണെങ്കിൽ കോടതി എന്തൊക്കെ കാരണങ്ങളാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്? സനീഷ്, കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ഇത് സംബന്ധിച്ച് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. സത്യപ്രതിജ്ഞ ജനപ്രതിനിധിയായതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അനുവദിക്കാൻ ജയിലിനുള്ളിൽ അവസരം ഒരുക്കുമോ എന്ന് അറിയിക്കണം എന്നായിരുന്നു സർക്കാരിനോട് ചോദിച്ചത്. ആഭ്യന്തര വകുപ്പ് ഇന്ന് കോടതിയിൽ അത്തരത്തിൽ നിലപാട് അറിയിച്ചു. DGP കോടതിയിൽ പറഞ്ഞത് ആ രീതിയിൽ സൗകര്യമൊരുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ ജാമ്യം നൽകുന്ന കാര്യത്തിൽ ഈ ക്രിമിനൽ കേസിലെ പ്രതിയാണ്, കാപ്പ കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് ജയിൽ മോചിതനാകുന്ന കാര്യത്തിൽ സർക്കാരിന് വിരുദ്ധ അഭിപ്രായമുണ്ട്. പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കുന്നതിന് നിയമങ്ങളിൽ തടസ്സമില്ല. അത് കോടതിയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കാം എന്ന് DGP പറഞ്ഞു. ഇതാണിപ്പോൾ കോടതി അംഗീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് 2 മണിക്ക് പുറപ്പെടുവിക്കാമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോടതി ഇന്ന് പറഞ്ഞത് അക്രഡിറ്റഡ് മാധ്യമങ്ങൾക്ക് ഇതിൽ അവസരം കൊടുക്കണം. കാരണം ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കവർ ചെയ്യുന്നതിന് ജയിലിൽ അവസരം കൊടുക്കണം എന്ന് കോടതി പറയുന്നുണ്ട്. അത് ഈ സുഗതന്റെ അഭിഭാഷകരടക്കം എതിർത്തെങ്കിലും കോടതി പറഞ്ഞത് ഇതൊരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ രീതിയിലുള്ള നടപടികളാണ്. അതുകൊണ്ട് തന്നെ അക്രഡിറ്റഡ് മീഡിയകൾ ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് എന്താണ് തടസ്സം എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവ് 2 മണിക്കാണ് കോടതി പുറപ്പെടുവിക്കുക. ഇപ്പോൾ വാക്കാൽ മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഉത്തരവ് 2 മണിക്ക് പുറപ്പെടുവിക്കും എന്ന് പറയുകയും അതോടൊപ്പം തന്നെ കോടതി ഇന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട വിശദമായ ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടായപ്പോൾ അത് വളച്ചൊടിക്കുന്ന രീതിയിൽ ചിലർ വാർത്തകൾ നൽകി. കാരണം ഈ മുസ്ലിം സമുദായത്തിലുള്ളവർ ദൈവത്തിൻ്റെ നാമം എന്നതിന് പകരം അള്ളാഹു എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു. അത് വർഗീയത പടർത്തുന്ന രീതിയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത നൽകി. അതിനെ കോടതി ഇന്ന് വിമർശിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ സെൻസേഷണലായ വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സുഗതന്റെ കാര്യത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുവാദം സർക്കാർ നൽകിയിട്ടുണ്ട്. ഉത്തരവ് 2 മണിക്കായിരിക്കും. അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ച് ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട്. 2 മണിയാകുമ്പോൾ അതിന് ഉത്തരവിടും. നാളെ ആയിരിക്കും. ഇതിപ്പോൾ BJPയുടെ ഇത്തരം നീക്കത്തെ എതിർക്കുകയായിരുന്നു പോലീസ്. അതായത് ഇങ്ങനെ പുറത്തേക്ക് വിടാനാവുകയില്ല എന്നും മറ്റും. അപ്പോൾ ഇപ്പോൾ ജയിൽ മുറിക്കകത്ത് വെച്ച് അല്ലെങ്കിൽ ജയിലിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുക, അത് മാധ്യമങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുക, അത് വലിയ വാർത്തയായിട്ട് പുറത്തേക്ക് വരിക, സ്വാഭാവികമായിട്ടും ഈ പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ കേസിനകത്തൊന്നുമല്ല ഇയാൾ ഈ ജയിലിൽ അല്ലെങ്കിൽ കിടക്കുന്നത്. അത് ഒരു ഗുണ്ടാ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഏതെങ്കിലും രാഷ്ട്രീയ കേസിലെ പ്രതിയായിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം മാധ്യമങ്ങളാൽ ഇങ്ങനൊരു സവിശേഷമായ സാഹചര്യത്തിൽ ജയിലിനകത്ത് നിന്ന് ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ പറയുന്ന മാധ്യമങ്ങളുടെ പുറത്തേക്ക് വരിക എന്നത് ഇയാളുടെ ഒരു ഹീറോയിസമൊക്കെ വർദ്ധിപ്പിക്കും എന്ന നിലപാടുണ്ടാകുമല്ലോ ഒരുപക്ഷെ പോലീസിന്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ കോടതിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു നിലപാട് വന്നാൽ തന്നെയും അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? മേൽക്കോടതികളിലേക്ക് ഇത് തടയാനായിട്ട് പോകുന്ന പോലുള്ള നടപടികളിലേക്കൊക്കെ പോലീസ് പോകാനിടയുണ്ടോ? അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ പോലീസ് കോടതി അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയാൽ അത് കോടതിയിൽ നിന്നൊരു വാക്കാലുള്ള പരാമർശം മാത്രമാണ്. എന്തുകൊണ്ടാണ് മീഡിയകൾ അത് കവർ ചെയ്താൽ എന്താണ് പ്രശ്നം എന്നതാണ്. പക്ഷേ അപ്പോഴും സർക്കാർ നിലപാടെടുക്കുന്നത് മീഡിയകളെ അനുവദിക്കേണ്ടതില്ല. കാരണം ഈ ഓൺലൈൻ മാധ്യമങ്ങളടക്കം ഇത്തരത്തിൽ കോടതി തന്നെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരം മാധ്യമങ്ങളെ അനുവദിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് ജയിലിനുള്ളിലേക്ക് മാധ്യമങ്ങളെ വിടുക എന്നത് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. പക്ഷേ കോടതി പറയുന്നത് ഇതൊരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന നടപടിയാണ്. അതുകൊണ്ട് തന്നെ അക്രഡിറ്റഡ് ആയ മാധ്യമങ്ങൾ, അത് കോടതി എടുത്തു പറയുകയും ചെയ്തു. അത്തരത്തിൽ ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങളെ ആ രീതിയിൽ അനുവദിക്കുന്നതിന് എന്താണ് തെറ്റ്? ഇതൊരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ്, അതുകൊണ്ട് അത് അനുവദിക്കാം. കോടതി അതിപ്പോൾ ജയിലിലാണെങ്കിലും എവിടെയാണെങ്കിലും സത്യപ്രതിജ്ഞാ ചടങ്ങാണ്, അത് മാധ്യമങ്ങൾ കവർ ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം എന്നൊരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. 2 മണിക്കാണ് കോടതി ഉത്തരവ് പറയുകയുള്ളൂ. ആ ഉത്തരവിലായിരിക്കും ഒരുപക്ഷെ കൃത്യമായി മാധ്യമങ്ങളെ അലോ ചെയ്യണോ എന്ന കാര്യത്തിൽ തീരുമാനം
തീരുമാനമെടുക്കുക. ഇപ്പോൾ വാക്കാൽ മാത്രം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് സർക്കാർ എതിർത്തിട്ടുമുണ്ട്. പക്ഷേ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ഹീറോ പരിവേഷം എന്ന് പറയുമ്പോൾ പോലും ഇത് കാപ്പ കേസിലെ പ്രതിയാണ്. ജയിൽ മോചിതനായി സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊരാവശ്യമായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത് സർക്കാർ അനുവദിക്കാതെ ജയിലിനുള്ളിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കാപ്പ കേസിലെ കുറ്റവാളിയാണ്, അതുകൊണ്ട് പുറത്തു വിടാൻ പറ്റില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വശം കൂടി പറയേണ്ടതുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് ആ രീതിയിലും കൂടിയുണ്ട്. കാരണം ഇത് പുറത്തിറങ്ങാതെ ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ നടത്തണം എന്നൊരാവശ്യം സർക്കാർ ഉന്നയിക്കുന്നു, അത് കോടതി അംഗീകരിക്കുന്നു എന്നതുമുണ്ട്.